ഷാജി പോപ്പനും പിള്ളേരും അവരുടെ മൂന്നാം വരവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പടം കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയുള്ളൂ. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം കൊള്ളാം, അത്യാവശ്യം നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനേലും സെക്കൻഡ് പാർട്ടിനേലും കുറച്ച് ക്യാൻവാസ് കൂടിയൊരു സ്റ്റോറി ലൈനാണ് പടം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹ്യൂമർ ആദ്യ രണ്ട് ഭാഗങ്ങളുടെ അത്രയും വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും നല്ല കഥാസന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ക്യാരക്ടറുകളും പെട്ടെന്ന് തന്നെ നമുക്ക് സിങ്ക് ആവുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ക്യാരക്ടറുകൾക്കില്ല. അത് ഈ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ്. എല്ലാവരെയും ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ആ പ്ലേസ്മെൻ്റ് എല്ലാം നന്നായിട്ടുണ്ട്. പ്രകടനം ഇന്ന ആളുടെ എന്നൊന്നും എടുത്ത് പറയാനില്ല, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ ഷാജി പാപ്പനും സാത്തൻ സേവ്യർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പടത്തിൽ ഈ രണ്ട് ക്യാരക്ടറുകൾക്കും കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ട്. ഈ രണ്ട് ക്യാരക്ടറുകൾക്കാണ് പ്രാധാന്യവും ഏറെയും. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ ചിത്രത്തിലൊരു ഒരു മദാമ, ഒരു ഫോറിൻ ലേഡി അഭിനയിച്ചിട്ടുണ്ട് നെഗറ്റീവ് റോളിൽ. പുള്ളിക്കാരിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും ഫൈറ്റൊക്കെ സൂപ്പറായിട്ട് എടുത്ത് പറയണം എന്ന് തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 3 മണിക്കൂറുള്ള സിനിമയുണ്ട്, എന്നിട്ട് പോലും ഈ സിനിമയുടെ കഥ കഴിഞ്ഞില്ല. അടുത്തൊരു ഭാഗം കൂടി ഉണ്ട്. ഇതിൻ്റെ 2ാം ഭാഗം ഇനി, അതായത് ആട് 4 ഉടനെ തന്നെ ഉണ്ടാവും. കാരണം ഈ കഥ തീർന്നിട്ടില്ല. പൊതുവെ എനിക്ക് ആ ഒരു രീതി അത്ര ഇഷ്ടമല്ല. അതിവിടെയും എനിക്ക് കുറച്ച് നിരാശ വന്നു. കാരണം പടം സത്യം പറഞ്ഞാൽ അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നെങ്കിലും ഈ കഥ തീർന്നില്ലല്ലോ. ഇനി ഇതിനു വേണ്ടി വീണ്ടും അടുത്തൊരു വെയിറ്റിംഗ് ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ പേഴ്സണലി അതൊരു തൃപ്തിയില്ലായ്മയായിട്ട് തോന്നി. ബട്ട് ഓവറോൾ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ആട് 3യും. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ഡ്രൈ സീസൺ ആണ് ഈ വർഷം. അത് ആട് 3 മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.